വേട്ടയ്യൻ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും നായകനായി എത്തുന്ന ചിത്രമാണ് കൂലി. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് നിർമ്മിക്കുന്നത്. രജനീകാന്തിനൊപ്പം നാഗാർജുന, ഉപേന്ദ്ര, സൗരഭ് ശുക്ല, സത്യരാജ്, ശ്രുതി ഹസൻ, രേബ മോണിക്ക ജോൺ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന അഭിനേതാക്കൾ. ഒപ്പം ബോളിവുഡ് താരം ആമിർ ഖാൻ ചിത്രത്തിൽ ക്യാമിയോ റോളിൽ എത്തുന്നുവെന്നും വിവരമുണ്ട്. നടി പൂജ ഹെഗ്ഡെ ചിത്രത്തിലെ ഒരു ഗാനത്തിലും എത്തുന്നുണ്ട്. ഇപ്പോഴത്തെ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ലോകേഷ് തന്നെയാണ് വാർത്ത എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. സിനിമയുടെ അവസാന ദിവസം സൗബിൻ ഷാഹിറും സത്യരാജും ശ്രുതി ഹസനും സെറ്റിലെത്തിയ ചിത്രമടക്കം പങ്കുവച്ചിട്ടുണ്ട്. അനിരുദ്ധ് രവിചന്ദ്രൻ സംഗീത സംവിധാനവും GK വിഷ്ണു ഛായാഗ്രഹണവും നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ആദ്യ റിപ്പോർട്ടുകൾ അടുത്തിടെ വന്നത് വലിയ വാർത്തയായിരുന്നു. ഈ ചിത്രത്തെക്കുറിച്ച് നടൻ സുദീപ് കിഷൻ പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ചിത്രത്തിന്റെ ആദ്യ 45 മിനിറ്റ് കണ്ട സുദീപ് കിഷൻ ഈ ചിത്രം തമിഴിലെ ആദ്യത്തെ 1000 കോടി രൂപ കളക്ഷൻ നേടുമെന്നാണ് അഭിപ്രായപ്പെട്ടത്. ഗാങ്സ്റ്റർ വേഷത്തിലാണ് കൂലിയിൽ രജനീകാന്ത് എത്തുന്നത്. സ്വർണ്ണക്കടത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഈ ചിത്രം ഓഗസ്റ്റ് മാസത്തിൽ റിലീസ് ചെയ്തേക്കുമെന്നാണ് വിവരം. രജനീകാന്തിന്റെ 171ാമത് ചിത്രമാണ് കൂലി. ജയിലർ 2 ആണ് രജനീകാന്തിന്റേതായി അണിയറയിലൊരുങ്ങുന്ന മറ്റൊരു ചിത്രം. ആദ്യ ഭാഗം സംവിധാനം ചെയ്ത നെൽസൺ ദിലീപ് കുമാർ തന്നെയാണ് രണ്ടാം ഭാഗവും സംവിധാനം ചെയ്യുന്നത്. ആദ്യ ഭാഗത്തെ പല നടന്മാരും തിരിച്ചെത്തുമെങ്കിലും പുതിയ മുഖങ്ങളും ചിത്രത്തിലുണ്ടാകുമെന്നാണ് വിവരം. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.